ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. നീ ഉപകാരിയോ അതോ ഉപദ്രവകാരിയോ? ഇതിലേത് വേണേലും നമുക്കാകാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരികളായി മാറാം, വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്ര ഉപദ്രവങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ക്രിസ്ത്യാനി എന്ന പേരുണ്ടാകാം, സ്ഥിരമായിട്ട് പള്ളിയിൽ പോക്കുണ്ടാകാം, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ കൂടെ ഈ സ്വഭാവം മാറാതെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായിട്ട് മാറാൻ പറ്റും. ഇന്ന് ചിലരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പകൽമാന്യൻ പോലെ. അവർക്ക് ഒരുപക്ഷെ രണ്ട് മുഖമായിരിക്കാം. ഒരു മുഖം വളരെ ക്ലിയറാണ്. ഇനി ചില വ്യക്തികള് അവരുടെ കൂട്ടുകെട്ട് അങ്ങനെയുള്ളവരുടെ ഇടയിലൊക്കെ അതേ മുഖമായിരിക്കണമെന്നില്ല, അവരുടെ കുടുംബത്തിൽ അതേ മുഖമായിരിക്കണമെന്നില്ല ദൈവത്തിന് മുമ്പിൽ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഷോ അല്ലെങ്കിൽ സത്യാവസ്ഥ മറച്ചു വെച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ഉപകാരികളാണോ ഉപദ്രവകാരികളാണോ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും. തിരുത്തേണ്ടത് തിരുത്തുമ്പോൾ നമുക്കും നമ്മുടെ കൂടെ വസിക്കുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള നന്മ വരും. നമുക്കൊരു 3 ഗണം ആളുകളെ കുറിച്ച് ചിന്തിക്കാം. ഒന്നാമത്തേതാണ് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവർ. സ്വീകരിച്ചത് ഉപകാരം, പക്ഷെ അവർ തിരിച്ചു നൽകുന്നത് അപകാരം, ഉപദ്രവം. ഇതേക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 17:13. ഇതൊരു നീചമായ നിഷ്ഠൂരമായ പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ നിന്നും അനർത്ഥം ഒഴിയത്തില്ല. ആരുടെ? ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിന്ന് അനർത്ഥം ഒഴിയില്ല. കാരണം ഈ ഒരു പ്രവൃത്തി നീച പ്രവൃത്തിയാണ്, നിഷ്ഠൂരമായ പ്രവൃത്തി. ഉപകാരം ചെയ്തവർക്ക് അപകാരം ചെയ്യുക. വേണമെങ്കിൽ മാതാപിതാക്കള് വേദനയോടെ പറയുന്നത് മക്കൾക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച്, പക്ഷെ ഇന്ന് തിരിച്ചവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അപകാരം. സഹോദരങ്ങൾക്ക് തന്നെ ഇതുപോലെ ഉപകാരം ചെയ്തിട്ട് ഇന്നിപ്പം അവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപകാരം. നീചമായ ഒരു പ്രവൃത്തിയാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 25:14 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൊടുക്കാത്ത ദാനത്തിന് വമ്പ് പറയും. അതും നല്ലൊരു കാര്യമല്ല എന്നുള്ളത് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. കൊടുക്കാത്ത, അവരൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ കൊടുത്തെന്നുള്ള രീതിയിൽ വ്യാജമായിട്ട് അവര് പലതും പറഞ്ഞൊപ്പിച്ച് വൻപ് പറഞ്ഞു നടക്കും. നല്ലതല്ല എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. തീത്തോസ് 3-ാം അധ്യായം 3-ാമത്തെ വചനം എടുക്കുമ്പോൾ പ്രത്യേക ഗണത്തിൽപ്പെട്ടവര്, സ്വഭാവ രീതികളുള്ളവര്, അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. ചിലരുടെ കാര്യം അനുസരണമില്ലാത്തവര്, അതുപോലെ അവർ ചരിക്കുന്നത് തെറ്റായ മാർഗത്തിൽ, അനുസരിക്കത്തുമില്ല, ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികള്, അതുപോലെ തന്നെ മോഹങ്ങൾക്ക് സുഖേച്ഛകൾക്ക് അടിമപ്പെട്ട വ്യക്തികള്, അവര് സാധാരണ അവരെടുത്തു കാണിക്കാനുള്ളത് ദ്രോഹബുദ്ധി, അസൂയ എന്നിവ അവരുടെ കൂടപ്പുറപ്പാണ്. ഇവര് ഉപകാരികളാകില്ലല്ലോ, ഉപദ്രവകാരികളാണ്. ഇങ്ങനെയുള്ള സ്വഭാവ രീതികളുള്ളവര് ഉപദ്രവകാരികളാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു ഗണത്തിൽപ്പെട്ടവരുണ്ട്, ഉപകാരികൾക്ക് മാത്രം ഉപകാരം ചെയ്യും. എന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് സഹായിക്കും. ഞാൻ ഒരിക്കൽ സഹായം ആവശ്യമായിരുന്നപ്പോൾ എന്നെ അവർ സഹായിച്ചില്ലേ, ഒരു കാരണവശാലും ഞാൻ അവരെ സഹായിക്കാൻ പോകുന്നില്ല. ഉപകാരികൾക്ക് ഉപകാരം ചെയ്യും. നമ്മൾ കാണുന്നുണ്ടല്ലോ, മത്തായി 5-ാം അധ്യായം 43 മുതൽ വായിക്കുമ്പോൾ, നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കർത്താവ് തന്നെ പറഞ്ഞത്, നീ വിരുന്ന് കൊടുക്കുമ്പോൾ സാധാരണക്കാർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റണം. നീ വിരുന്ന് കൊടുക്കുമ്പോൾ നിനക്ക് തക്കതായ സ്വർഗീയ പ്രതിഫലം വേണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ നിന്നെ തിരിച്ചു വിളിച്ച് ഒരു സദ്യ തരാനായിട്ട് കഴിവില്ലാത്തവരെ നീ വിളിച്ചോ. നിനക്ക് അതിന്റെ പ്രതിഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഇവിടെയെല്ലാം ഉപകാരികൾക്ക് ഉപകാരം ചെയ്താൽ പോരാ, നമ്മളെ ഒരുപക്ഷെ ദ്രോഹിച്ച വ്യക്തികള്, നമ്മുടെ ശത്രുക്കള്, അവരെ പോലും സ്നേഹിക്കാൻ, അവർക്ക് ഉപകാരം ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ വചനഭാഗത്തിന്റെ സന്ദേശം. എബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ ഇതിനാവശ്യമായ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. സ്നേഹത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 സാമുവേൽ 24-ഉം 26-ഉം അധ്യായങ്ങൾ വായിച്ചാൽ
ദാവീദിനെ കൊല്ലാൻ ഒരു അവസരം നോക്കി നടന്നവനാണ് സാവൂൾ. ഈ സാവൂളിനെ കൊല്ലാൻ സുവർണ അവസരം വന്നിട്ടും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവനെ വെറുതെ വിടുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ് അപകാരം ചെയ്തവന് ഉപകാരം ചെയ്യുന്ന ആ ഒരവസ്ഥ. ഉപകാരം ചെയ്തവർക്ക് മാത്രമല്ല, അപകാരം ചെയ്തവർക്കും. നമുക്ക് ഇതൊരു മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയാണെങ്കിൽ ഉപകാരം ചെയ്തവർക്ക് മാത്രമല്ല, അപകാരം ചെയ്തവർക്കും നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റണം. ഇനി അങ്ങനെ ഒരു വളർച്ച, ആത്മീയ വളർച്ച നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നന്മകൾ നമുക്കുണ്ടാവും. ഉദാഹരണത്തിന് സുഭാഷിതങ്ങൾ 25:21 എന്നാ പറയുന്നത്. സുഭാഷിതങ്ങൾ 25-ാം അധ്യായം 21-ാമത്തെ വചനം പറയാണ്, നിന്റെ ശത്രുവിന് പോലും വിശക്കുമ്പോൾ ആഹാരം കൊടുക്കുക, ദാഹിക്കുമ്പോൾ ജലം കൊടുക്കുക, അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കണൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നമുക്കതിന് വലിയ പ്രതിഫലമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉൽപ്പത്തി 50:20 വായിച്ചാൽ പഴയ നിയമത്തിലെ ജോസഫ്, സഹോദരങ്ങൾ അവന് ഉപദ്രവം ചെയ്തു. പക്ഷേ നമ്മൾ കാണുകയാണ്, അവൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് അതിന്റെ പേരിൽ നിങ്ങളോട് ദേഷ്യമോ വൈരാഗ്യമോ പ്രതികാര ചിന്തയോ ഒന്നുമില്ല. നിങ്ങൾ എന്നെ ദ്രോഹിച്ചെങ്കിലും ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റി. അങ്ങനെ പറഞ്ഞ് ആ സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന അവർക്ക് ഉപകാരിയായി മാറിയ ജോസഫിനെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ അവസാനമായി നമ്മൾ മനസ്സിലാക്കുന്നത്, ഉപദ്രവിക്കുന്ന 3 കാര്യങ്ങൾ വചനം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ ഇതുമായിട്ടാണ് നമുക്ക് ബന്ധം എന്നുള്ളത് തിരിച്ചറിയണം. ഒന്ന്, സാത്താൻ. 1 സാമുവേൽ 16:14 വായിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി, ഒരു അശുദ്ധാത്മാവ് അവനിൽ പ്രവേശിച്ചു. എന്നിട്ട് അത് അവനെ വല്ലാതെ വലയ്ക്കുന്നതും ദാവീദ് കിന്നരം വായിക്കുമ്പോൾ അവനൊരു ആശ്വാസം ലഭിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തേതാണ്, ഈ ഉപദ്രവം ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചും കാണാൻ പറ്റും. സാത്താൻ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടു. മനുഷ്യർ 1 സാമുവേൽ 18-ാം അധ്യായം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദാവീദിനെ കൊല്ലാൻ ഒരു അവസരം നോക്കി നടക്കുന്ന സാവൂൾ 2 പ്രാവശ്യം അവനെ ഭിത്തിയെ ചേർത്ത് വെച്ച് കുത്തിക്കൊല്ലാൻ വന്നപ്പോൾ നെല്ലടയ്ക്ക് രക്ഷപ്പെട്ടതാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കണം, കൊല്ലണം എന്നുള്ള ആ ഒരു ചിന്ത. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, വിദ്വേഷം, കോപശീലം, ഇങ്ങനെയുള്ളതൊക്കെ ഒരുപാട് ഉപദ്രവം ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെബ്രായ ലേഖനം 12:15 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായിത്തീരുന്നു. അത് നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കോപശീലരാണെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറും. ഈ ഒരു മേഖലയിൽ തിരുത്തി മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.